വർഗീയവാദികളാണ്. മുസ്ലിം വർഗീയവാദികളുടെ പിന്തുണയോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയത് എന്ന് പരസ്യമായി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ശക്തമായി പറഞ്ഞപ്പോ എന്താ ഇവർ യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിണറായി വിജയൻ വർഷങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, നിങ്ങൾ RSSകാർക്ക് മരുന്നിട്ട് കൊടുക്കരുത്. മുസ്ലിങ്ങളെ ഉപദേശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാ, നിങ്ങൾ RSSകാർക്ക് മരുന്നിട്ട് കൊടുക്കരുത്. അങ്ങനെ പറയാനുണ്ടായ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ഇവിടെ മുജാഹിദ് വിഭാഗത്തിന്റെ വിസ്ഡം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിസ്ഡം വിഭാഗത്തിൽപ്പെട്ട മുജാഹിദ് പ്രവർത്തകര് കേരളത്തിലെ ഒട്ടുകൾ ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. ആ ക്യാമ്പയിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ പറവൂരിൽ അവരെ ലഘുലേഖ വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ലഘുലേഖ വിതരണം ചെയ്യുന്ന മുജാഹിദ് പ്രവർത്തകരെ RSSകാർ നടുറോട്ടിൽ ഇട്ടുകൊണ്ട് പരസ്യമായി കൈകാര്യം ചെയ്തു. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായ സംഭവം. അത് നിയമസഭയിൽ ചർച്ചയായപ്പോൾ ആ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അന്ന് നടത്തിയ പ്രസംഗമാണ് ഇവിടെ മുസ്ലിങ്ങൾ RSSന് മരുന്നിട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ മുജാഹിദുകാരും സുന്നികളും ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗുകാരും മറ്റുള്ളവരുമെന്നും RSSകാർക്ക് മരുന്നിട്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് കേരളത്തിൽ ഉപദേശിച്ച മുഖ്യമന്ത്രി എന്ന് നമുക്ക് കാണാം. ഞാൻ പറയുന്നു, ഇവിടെ RSSന് മരുന്നിട്ട് കൊടുക്കുന്നത് മുസ്ലിം ലീഗോ RSSന് മരുന്നിട്ട് കൊടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയോ മുജാഹിദോ സുന്നിയോ ആരുമല്ല. RSSന് മരുന്നിട്ട് കൊടുക്കുന്ന കേരളത്തിലെ ഒന്നാമത്തെ പാർട്ടിയുടെ പേര് എന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പരസ്യമായി ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും, ഇല്ലേ? ആരാണ് മരുന്നിട്ട് കൊടുക്കുന്നത്? RSSന് കേരളത്തിൽ മരുന്നിട്ട് കൊടുക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് CPM മാത്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയവാദിയായ മുഖ്യമന്ത്രിയായി നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് UP-യിലെ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന അത്യധികം അപകടകാരിയായ മുഖ്യമന്ത്രിയാണ്. ഒരു സംശയമില്ല, അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ UP-യിൽ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു, മതപരിവർത്തന നിരോധന നിയമം. മതപരിവർത്തന നിരോധന നിയമം അതിന്റെ പശ്ചാത്തലം എന്താണെന്നറിയോ? ഇന്ത്യ രാജ്യത്ത് ലവ് ജിഹാദ് നിലനിൽക്കുന്നുണ്ട്. ഇവിടെയുള്ള മുസ്ലിം ചെറുപ്പക്കാരായ ആളുകൾ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ സ്നേഹം നടിച്ചുകൊണ്ട് കല്യാണം കഴിച്ച് യമനിലേക്കും സിറിയയിലേക്കും ഒക്കെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്ന ഏജന്റായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് UP-യിൽ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നത്. അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോ അതിന് കാരണമായ ഈ ലവ് ജിഹാദിനെ റഫർ ചെയ്തത് ആരെന്നറിയോ? കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ കേരളത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇവിടെ ലവ് ജിഹാദ് ഉണ്ട്, ഇവിടെ മുസ്ലിങ്ങളായ ചെറുപ്പക്കാര് സ്നേഹം നടിച്ചുകൊണ്ട് മറ്റു മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പറഞ്ഞപ്പോ അച്യുതാനന്ദന്റെ പ്രസ്താവനയെ കടമെടുത്തുകൊണ്ട് അത് റഫറൻസായി സ്വീകരിച്ചുകൊണ്ടാണ് UP-യിലെ ഏറ്റവും വലിയ കൊടും തീവ്രവാദിയായ വർഗീയവാദിയായ മുഖ്യമന്ത്രി അവിടെ ഈ നിയമം ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ റഫർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. ഇത് മാത്രമോ അല്ല, നമുക്കറിയാം CA-NRC സമരം ഇന്ത്യ രാജ്യത്ത് കത്തിയാടിയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. കേരളത്തിലെയും ഇന്ത്യയുടെയും തെരുവുകളിലെല്ലാം ഭരണകൂടത്തിനെതിരെ സംഘപരിവാറിനെതിരെ അതിശക്തമായ സമരത്തിന്റെ തീജ്വാലകൾ ആചരിച്ച് സർക്കാർ വലിയ തോതിലുള്ള ഭീഷണി കൊടുക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ചു. എന്താ പറഞ്ഞത്? CA-NRC സമരത്തിന്റെ മുന്നിൽ തീവ്രവാദികളും ഭീകരവാദികളും നുഴഞ്ഞുകയറിയിരിക്കുന്നു. വർഗീയവാദികളായ ഭീകരവാദികളായ രാജ്യദ്രോഹികളായ ഒരുപറ്റം ആളുകൾ നുഴഞ്ഞു കയറിക്കൊണ്ടാണ് CA-NRC സമരം നടത്തുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി റഫർ ചെയ്താലേ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ റഫർ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. കേരളത്തിൽ ഇങ്ങനെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ തീവ്രവാദികളായ ആളുകൾ സമരത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതിനെ റഫർ ചെയ്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ സമരത്തിന് മുന്നിൽ തീവ്രവാദികളാണ് പറഞ്ഞത്. 2 ആഴ്ചകൾക്ക് മുമ്പാണ് മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രി കേരളത്തെ കുറിച്ച് മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞു. കേരളം എന്ന് പറഞ്ഞാൽ മിനി പാകിസ്ഥാനാണ്. അതിനെ മുഖ്യമന്ത്രി ആഗ്രഹിച്ച് സംസാരിച്ചു. ഞാൻ പറയുന്നു, മുഖ്യമന്ത്രിക്കാരൻ ആഗ്രഹിക്കാൻ എന്താ അവകാശമുള്ളത്? എന്തടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി മഹാരാഷ്ട്രയിലെ മന്ത്രിയുടെ ഈ പറയുന്ന മിനി പാകിസ്ഥാൻ പരാമർശത്തിൽ സംസാരിക്കുന്നത്? മഹാരാഷ്ട്രയിലെ ആ BJP-കാരനായ മന്ത്രി കേരളത്തെ കുറിച്ച് മിനി പാകിസ്ഥാൻ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ്? ഞാൻ നേരത്തെ പറഞ്ഞ
ആ സമ്മേളനത്തില് എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത സമ്മേളനം. ആ സമ്മേളനത്തില് ഒരു സ്മരണീയ പുറത്തിറങ്ങിയിരുന്നു. ആ സ്മരണയിൽ കേരളത്തിലെ CPM തലമുതിർന്ന മുസ്ലിം നേതാവ് കൂടിയായ പാലോളി മുഹമ്മദ് മുഫ്തി ഒരു ലേഖനമുണ്ട്. പാലോളി മുഹമ്മദ് മുഫ്തി പറഞ്ഞാൽ പ്രായാധിക്യത്തിന്റെ എല്ലാ അവസരങ്ങളും വിശ്രമത്തില്ല. പക്ഷെ ആ വിശ്രമിക്കുന്ന മനുഷ്യനെ വളരെ ബോധപൂർവ്വം പുറത്തേക്ക് കൊണ്ടുവന്ന് മുസ്ലിം സമുദായത്തിന്റെ ഒരു യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൽ സ്വാധീനമുള്ള ഒരാളെ മുന്നിൽ വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മുസ്ലിം സമുദായത്തിനെതിരെ ശബ്ദിക്കുവാൻ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറയുന്നതെന്നറിയോ? ഇവിടെ പാകിസ്ഥാൻ വാദം ശക്തമായി ഉന്നയിക്കപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ CD സാഹിബ് മുസ്ലിം ലീഗിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ CD സാഹിബിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് പാകിസ്ഥാന് വേണ്ടി ഏറ്റവും ശക്തമായി വാദിച്ചത് ഈ 2025 CPM ജില്ലാ സമ്മേളനത്തിന്റെ സ്മരണയിൽ പരസ്യമായി പറയും. എന്താണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇവരെ പകർന്നു നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശമെന്ന് ഒരു വളച്ചുകെട്ടുമില്ലാതെ അവർ പരസ്യമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമോ ഇവിടെ PC ജോർജ് എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ. PC ജോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വായക്ക് നാവിന് എല്ലില്ല എങ്കിൽ എന്ത് വർത്തമാനവും പറയാമെന്ന അടിസ്ഥാനത്തിൽ വായ തുറന്നു കഴിഞ്ഞാൽ ലവലേശം ഉറപ്പില്ലാതെ സംസാരിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയത്തിലെ അപകടം നിറഞ്ഞ വ്യക്തിത്വത്തിൽ ഒരാളാണ് PC ജോർജ്. PC ജോർജ് കഴിഞ്ഞ ദിവസം ഇവിടെ ജനം ചാനലിന്റെ ജനം TVയിലെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെയുള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ്, ഭീകരവാദികളാണ്, ഹറാമറന്നവരാണ്. അദ്ദേഹത്തിന്റെ ഭാഷ അങ്ങനെ ഹറാമറന്നവരാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണം പരസ്യമായി പറഞ്ഞു. PC ജോർജിന്റെ ഈ പ്രസ്താവനയ്ക്ക് നേരെ കേരളത്തിലുടനീളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിൽ മുസ്ലിം ലീഗ് കേസ് കൊടുത്തിട്ടുണ്ട്, വെൽഫെയർ പാർട്ടി കേസ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ സോളിഡാരിറ്റി കേസ് കൊടുത്തിട്ടുണ്ട്, പലരും കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നേവരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് ഏതെങ്കിലും ഒരു കേസ് പരിഗണിച്ചുകൊണ്ട് FIR ഇട്ടുകൊണ്ട് PC ജോർജിനെതിരെ ഒരു ചെറിയ ഒരു ഇലയടക്കം പോലും ഇന്നേവരെ നടത്തിയിട്ടില്ല എങ്കിൽ ഈ മിനി പാകിസ്ഥാൻ വാദത്തിന് നേരെ ശബ്ദിക്കാൻ എന്ത് അധികാരമാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കുള്ളത് എന്ന് നാം ഈ സന്ദർഭത്തിൽ ചോദിക്കണം. ഞാൻ പറയുന്നത് ആരാണ് യഥാർത്ഥത്തിൽ ഇവിടെ RSSന്റെ പരിഗണനയെടുക്കുന്നവർ? തൃശൂർ ജില്ലക്കാരായ നിങ്ങളോട് അതിനെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കാരണം നമ്മുടെ ജില്ലയിൽ നിന്നാണ് സുരേഷ് ഗോപി ജയിച്ച് പാർലമെന്റിലേക്ക് പോയത്. ആരാ മരുന്ന് കൊടുത്തത്? ആരാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു MP-യെ BJPക്ക് കേരളത്തിൽ നിന്ന് സംഭാവന ചെയ്തത്? 400-ലധികം വരുന്ന സീറ്റുകൾ വാങ്ങി മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന തിരുത്തി ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോ അവരെ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പരാജയം അവർക്ക് ആ സ്വഭാവത്തിൽ നേരിട്ടപ്പോ ആ പരാജയത്തെ മറികടന്നതിൽ അവരെ സന്തോഷിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കേരളത്തിൽ നിന്ന് BJPക്ക് ഒരു MP ഉണ്ടായി എന്നുള്ളതാണ്. ആരാ MP-യെ കൊടുത്തത്? RSSന്റെ ആസൂത്രിതമായ പ്രവർത്തനം കൊണ്ട് മാത്രമാണോ? RSSകാര് വളരെ കൃത്യമായി CPM-ലേക്ക് നുഴഞ്ഞു കയറി, അല്ലെങ്കിൽ CPM-ഉം RSS-ഉം തമ്മിൽ അവിശുദ്ധമായ ബന്ധമുണ്ടാക്കി തൃശ്ശൂരിലെ പൂരം കലക്കിക്കൊണ്ട് ആ പൂരം കലക്കിയിട്ട് ഇവിടെ BJPക്ക് എൻട്രി പാസ് കൊടുത്ത പാർട്ടിയുടെ പേരാണ് CPM ആണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഞാൻ പറയുന്നത് ആരാണ് യഥാർത്ഥത്തിൽ RSSന് മരുന്നിട്ട് കൊടുക്കുന്നവരെന്ന് ഒരു രഹസ്യവുമില്ലാതെ പരസ്യപ്പാട്ടായി മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ നിരന്തരമായി കുതിര കയറിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാം ജനങ്ങളെ, മാനവ കുലങ്ങളെ, ഏകനായകന്റെ നാദം നമ്മൾ കാത്തിടൂ.